കഴിയുമെങ്കിലേ പാനപാത്രമേ പ്രിയതാതാ മാറ്റിത്തരണമേ. താണു ദൈവത്തിൻ സൂനുഭൂമിയിൽ വീണു താതനോടർപ്പിച്ചു. കഴിയുമെങ്കിലേ പാനപാത്രമേ പ്രിയതാതാ മാറ്റിത്തരണമേ. താണു ദൈവത്തിൻ സൂനുഭൂമിയിൽ വീണു താതനോടർപ്പിച്ചു. മദ്യപാപങ്ങൾ വന്നുയർന്നോരു മാമല തീർത്തു നിൽക്കവേ, ഭീതിയാൽ മൃദു മേനിയാകവേ രക്തധാരയിലാഴ്ന്നു പോയി. കഴിയുമെങ്കിലേ പാനപാത്രമെൻ പ്രിയതാതാ മാറ്റിത്തരണമേ. താണു ദൈവത്തിൻ സൂനുഭൂമിയിൽ വീണു താതനോടർപ്പിച്ചു. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, കരങ്ങൾക്കൊപ്പം കർത്താവ് നമ്മളെ സ്നേഹിച്ചതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇന്ന ദിവസം. പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതം നമുക്ക് സ്നേഹമായി നൽകിയത് കർത്താവാണ്. സ്നേഹത്തിൻ്റെ ആഴം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ദിവസം ആ കുരിശിലെ നമുക്കായി നൽകിയെന്നുള്ളത്. നമ്മൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആ സഹനത്തോട് ചേരുകയാണ്. ഈ പീഡാനുഭവ വെള്ളിയാഴ്ച എൻ്റെ തമ്പുരാനാണ് എനിക്ക് വേണ്ടി പിടഞ്ഞത്, എനിക്ക് വേണ്ടി ഇത്തരം ത്യാഗങ്ങൾ സഹിച്ചത്, എൻ്റേത് എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് നമുക്ക് ആ വേദന നൊമ്പരമായിട്ട് അനുഭവപ്പെടാം. എല്ലാം ഈ ബലിവേദിയിൽ സമർപ്പിച്ചുകൊണ്ട്, ആ കുരിശിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട്, ജീവിതത്തിലെ സഹനങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മഹോന്നതനായ കർത്താവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. മഹത്വപൂർണമായ ത്രിത്വത്തെ ഞങ്ങൾ സമയം സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹ അനുഭവിച്ച പീഡകൾ ഭക്തിപൂർവ്വം ഞങ്ങൾ അനുസ്മരിക്കുന്നു. പാപത്തിന്റെയും മരണത്തിന്റെയും മേൽ മിശിഹ നേടിയ വിജയത്തിൽ ഞങ്ങളെയും പങ്കാളികളാക്കണമേ. അവിടുത്തെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെ ഫലങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങേ കാര്യമായി മതിക്കാതെ മനുഷ്യരുടെ കയ്യിൽ എന്നെ വിട്ടുകൊടുക്കരുതേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു? പകൽ സമയം ഞാൻ നിന്നെ വിളിച്ചു, നീ എനിക്ക് ഉത്തരമരുളിയില്ല. രാത്രിയിലും ഞാൻ നിന്നെ വിളിച്ചു, നീ എനിക്കായി കാത്തിരുന്നില്ല. നീ പരിശുദ്ധനാകുന്നു, നീ മഹിമയിൽ ഇസ്രായേൽ വസിക്കുന്നു. എന്റെ പിതാക്കന്മാർ നിന്നിൽ ആശ്രയിച്ചു, അവർ നിന്നിൽ ശരണം ഗമിച്ചു. അപ്പോൾ നീ അവർക്ക് വിമോചനമേകി. നിന്നോടവർ നിലവിളിച്ചു, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. നിന്നിൽ അവർ ആശ്രയിച്ചു, അവർ ലജ്ജിതരായില്ല. ഞാൻ മനുഷ്യനല്ല, കൃമിയാകുന്നു. മനുഷ്യരുടെ നിന്ദാവിഷയം ജനത്തിന്റെ പരിഹാസപാത്രവുമാകുന്നു. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു. അവർ വികൃതമായ ആംഗ്യങ്ങൾ കാട്ടുകയും തലയാട്ടുകയും ചെയ്യുന്നു. കർത്താവ് രക്ഷിക്കുമെന്ന് അവർ പ്രത്യാശിച്ചു. അവനിൽ സമൃദ്ധനാണെങ്കിൽ കർത്താവ് അവനെ രക്ഷിക്കട്ടെ. എന്നിൽ നിന്ന് നീ അകന്നിരിക്കരുത്. ഇതാ ദുരിതമടുത്തിരിക്കുന്നു, എന്നെ സഹായിക്കാൻ ആരുമില്ല. നായ്ക്കൾ എന്റെ ചുറ്റും കൂട്ടം കൂടി, ദുഷ്ടരുടെ സംഘം എന്നെ വളഞ്ഞു. എന്റെ കൈകളും കാലുകളും അവർ തുളച്ചു, അസ്ഥികളെല്ലാം പ്രലപിച്ചു. ആക്ഷേപപൂർവം അവർ തുറച്ചു നോക്കി. എന്റെ വസ്ത്രം അവർ ഭാഗിച്ചെടുത്തു, അങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു. കർത്താവേ, നീ എന്നിൽ നിന്ന് അകന്നു പോകരുതേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, സഹായത്തിന് വേഗം വരണമേ. ദിവസം മുഴുവൻ ഞങ്ങൾ നിന്നെ സ്തുതിച്ചു, എന്നും നിന്റെ നാമം പ്രകീർത്തിച്ചു. എന്നിട്ടും നീ ഞങ്ങളെ വിസ്മരിച്ചു, ലജ്ജിക്കാൻ ഞങ്ങൾക്കിടയാക്കിയല്ലോ. സൈന്യത്തോടൊപ്പം നീ ഇറങ്ങുന്നില്ല, പിന്തിരിഞ്ഞോടുവാ ഞങ്ങൾക്കിടവരുത്തി. ശത്രുക്കൾ ഞങ്ങളെ കൊള്ളയടിച്ചു. കൊന്നു തിന്നാനുള്ള ആടിനെ പോലെ നീ ഞങ്ങളെ അവർക്ക് നൽകി. ജനതകൾക്കിടയിൽ ഞങ്ങളെ ചിതറിച്ചു. സ്വന്തം ജനത്തെ വിലയില്ലാതെ വിറ്റു, അവരുടെ വില നീ വർദ്ധിപ്പിച്ചതുമില്ല. അയൽക്കാർക്ക് ഞങ്ങളെ പരിഹാസ വിഷയമാക്കി. ചുറ്റുമുള്ളവർക്ക് നിന്ദയ്ക്കും ആക്ഷേപത്തിനും പാത്രമാക്കി. വിജാതിരുടെ മധ്യത്തിൽ പഴമൊഴിയാക്കി, ജനപദങ്ങൾക്കിടയിൽ അവഹേളിതരാക്കി. ദിവസം മുഴുവൻ ഞാൻ അപമാനിതനാകുന്നു, ലജ്ജ മൂലം ഞാൻ മുഖം മറച്ചിരിക്കുന്നു. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. എന്തെന്നാൽ മനുഷ്യർ എന്നെ ചവിട്ടിമെതിക്കുന്നു, മല്ലന്മാർ ദിവസം മുഴുവൻ എന്നെ ഞെരുക്കുന്നു. ദിവസം മുഴുവൻ എന്റെ ശത്രുക്കൾ എന്നെ ചവിട്ടി മെതിക്കുന്നു. അനേകം യോദ്ധാക്കൾ എനിക്കെതിരായി പ്രബലപ്പെടുന്നു. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, പകൽ സമയത്ത് പോലും ഞാൻ ഭയപ്പെടുകയില്ല. ദൈവത്തിൽ ഞാൻ അഭിമാനിക്കുന്നു, അവനിൽ ഞാൻ സമാശ്രയിക്കുന്നു. എനിക്ക് ഭയാശങ്കകളില്ല, മനുഷ്യനോട് എന്ത് ചെയ്യാനാകും? അവർ ദിവസം മുഴുവനും എനിക്കെതിരായി ആലോചിക്കുന്നു, തിന്മ നിരൂപിക്കുന്നു. അവർ ഒളിച്ചിരിക്കുന്നു, എന്നെ ഭയപ്പെടുത്താൻ കാത്തിരിക്കുന്നു, എന്റെ കുതുകാലുകളെ നിരീക്ഷിക്കുന്നു. അവനെ രക്ഷിക്കാൻ ആരുമില്ലെന്ന് അവർ വീമ്പിളക്കുന്നു. വിജാതിയരുള്ള കോപത്തിൽ നീ അവനെ വിധിക്കണമേ. ദൈവമേ, നിന്നിലുള്ള വിശ്വാസം ഞാൻ അറിയിച്ചു. എന്റെ കണ്ണീരെല്ലാം തിരുസന്നിധിയിൽ സൂക്ഷിക്കണമേ. നിന്റെ ഗ്രന്ഥത്തിൽ അവ രേഖപ്പെടുത്തണമേ. എന്റെ ശത്രുക്കൾ ലജിച്ച് പുറംതിരിയട്ടെ. ദൈവം എന്നോടത്താണെന്ന് ഞാൻ അറിയുന്നു. ദൈവവചനം ഞാൻ കീർത്തിക്കുന്നു, ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. നിനക്കുള്ള നേർച്ചകൾ ഞാൻ നിറവേറ്റും, കൃതജ്ഞതാബലി അർപ്പിക്കും. എന്റെ ആത്മാവിനെ മരണത്തിൽ നിന്നും പാദങ്ങളെ വീഴ്ചയിൽ നിന്നും അങ്ങുന്ന് സംരക്ഷിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങേ കാര്യമായി മതിക്കാത്ത മനുഷ്യരുടെ കയ്യിൽ എന്നെ വിട്ടുകൊടുക്കരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യംസിന് നൽകിയ നന്മകൾക്കായി അങ്ങയുടെ മഹനീയത്വത്തിന്റെ ഉന്നതവും ഭാഗ്യപൂർണവും പരിശുദ്ധവുമായ നാമത്തിൽ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമാ ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവൻ,
ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനും മർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. സ്വന്തമായിട്ടിരിക്കാം. തിരുവചന വായനകളാണ്. സഹോദരരെ, ഉൽപ്പത്തി പുസ്തകത്തിനുള്ള വായന അധ്യായം 22 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 3-ാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അബ്രാഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു. ഇസ്ഹാക്ക് തന്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു, പിതാവേ. എന്താ മകനെ അവൻ വിളിക്കേട്ടു. ഇസ്ഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവരൊന്നിച്ചു മുമ്പോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വെച്ചിട്ട് ഇസ്ഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രാഹാം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രാഹാം അബ്രാഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രാഹാം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകനു പകരം ദഹനബലി അർപ്പിച്ചു. അബ്രാഹാം ആ സ്ഥലത്തിന് യാഹ്വേയിരെ എന്ന് പേരിട്ടു. കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രാഹാം എഴുന്നേറ്റ് തന്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു. അവരൊന്നിച്ച് ബേർഷബയിലേക്ക് തിരിച്ചുപോയി. അബ്രാഹാം ബേർഷബയിൽ പാർത്തു. ദൈവമായ കർത്താവിന് സ്തുതി. കർത്താവിന്റെ രക്ഷയും പ്രകാശവുമാകുന്നു. ഞാൻ ആരെ പേടിക്കണം? രഹസ്യങ്ങൾ അറിയുന്ന ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. കർത്താവിന്റെ ജീവന്റെ ശക്തിയാകുന്നു. ആരിൽ നിന്ന് ഞാൻ വിരണ്ടോടണം? നിന്ദകരും എതിരാളികളും ദുർവൃത്തരും എന്നെ വിഴുങ്ങുവാൻ സമീപിച്ചു. അപ്പോൾ അവർ നടങ്കം മറിഞ്ഞു വീണു. ഒരു കാര്യം കർത്താവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്,
അത് തന്നെ ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് ജീവിതകാലം മുഴുവൻ കർത്താവിന്റെ ഭവനത്തിൽ വസിക്കണം. കർത്താവേ, നിന്നെ ഞാൻ വിളിക്കുമ്പോൾ എന്റെ ശബ്ദം കേൾക്കണമേ. എന്നിൽ കനിയണമേ, എനിക്ക് ഉത്തരമരുളണമേ. എന്റെ ഹൃദയം നിന്നോട് സംസാരിക്കുന്നു, എന്റെ വദനം തിരുമുഖം തേടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിന്റെ രക്ഷയും പ്രകാശവുമാകുന്നു. ഞാൻ ആരെ പേടിക്കണം? രഹസ്യങ്ങൾ അറിയുന്ന ദൈവമേ, അങ്ങേ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. രണ്ടാം വായന. എൻ്റെ സഹോദരി ഏഷ്യായുടെ പുസ്തക വായന 52-ാം അധ്യായം 13 വരെയും 53-ാം അധ്യായം 9 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദാസന് ശ്രേയസ് ഉണ്ടാവും, അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടും, പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്നു പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. രാജാക്കന്മാർ അവർ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും. നമ്മൾ കേട്ടത് ആരും വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെയും അവൻ അവിടുത്തെ മുൻപിൽ വളർന്നു. ശ്രദ്ധാഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യനാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയപ്പോൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനമായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റത്. ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആരും കരുതി. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടതൊന്നുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്ന് കർത്താവിൻ്റെ ഹിതമായിരുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. സഹോദരി വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6 മുതൽ 16 വാക്യങ്ങൾ. കർത്താവ് ശ്രദ്ധിക്കണമേ. നാം ബലഹീനായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപിക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപിയായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നത് തീർച്ചയാണല്ലോ. നാം ശത്രുവായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെടുന്നുവെങ്കിൽ രമ്യപ്പെടുന്നതിനു ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുന്നുവെന്നും തീർച്ച. മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ മൂലം പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരും വ്യാപിച്ചു. നിയമം നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ നിയമമില്ലാഞ്ഞപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. ആദത്തിന്റെ പാപത്തിന് സദൃശ്യമായ പാപം ചെയ്തിരുന്നവരുടെ മേൽ പോലും ആദത്തിന്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. ആദം വരാനിരുന്നവരുടെ പ്രതിരൂപമാണ്. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. ഒരുവന്റെ പാപത്തിൽ നിന്നുള്ളവായ ഫലം പോലെയല്ല ഈ ദാനം.
ഒരു പാപത്തിന്റെ ഫലമായുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി. അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കു സ്തുതി. സൗഖ്യവുമുയരും പകരും മൊഴികൾ മോദാൻ ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. ഈ മൊഴി നിങ്ങൾ കേകി ഭാഗ്യം നിറയും വലിയൊരു നിധി ഭൂവിൽ. പാവന ഗ്രന്ഥം ജീവൻ നൽകും ഔഷധമല്ലോ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി, വിശുദ്ധ ലൂക്ക, വിശുദ്ധ യോഹന്നാൻ എന്നിവർ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കു സ്തുതി. നമുക്കെല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. പീഡാനുഭവ ചരിത്ര വായനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച ആ സഹനങ്ങളെക്കുറിച്ച് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥനയോടുകൂടി ധ്യാനിക്കുന്ന നിമിഷം. കർത്താവിൻ്റെ ആ സ്നേഹം കൂടുതൽ ആഴപ്പെടുന്ന നിമിഷങ്ങളിലേക്കാണ് കടന്നു പോകാം. അതുകൊണ്ട് കർത്താവിനോടൊപ്പം യാത്ര ചെയ്യാൻ, കർത്താവ് അനുഭവിച്ച ആ നൊമ്പരത്തോടൊപ്പം യാത്ര ചെയ്യേണ്ട ഏറ്റവും നിമിഷമാണ്. പ്രാർത്ഥനയോടുകൂടി തമ്പുരാന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പീഡാനുഭവ ചരിത്രം. ഇവ അരുളി ചെയ്ത ശേഷം ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഈശോ കെദ്രോൻ തോട് കടന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. അവിടെ ഗത്സമേൻ എന്ന പേരിൽ ഒരു തോട്ടമുണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അപ്പോൾ അവിടുന്ന് അവരോട് ഇങ്ങനെ അരുളി ചെയ്തു: ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ എവിടെ ഇരിക്കുവിൻ? പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അനന്തരം ഈശോ പത്രോസിനെയും സബദിയുടെ പുത്രന്മാരായ യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ട് അല്പദൂരം മുന്നോട്ട് നീങ്ങി. അവിടെ വെച്ച് ഈശോ അപാരമായ ദുഃഖത്താൽ വിവശനായി തീർന്നു. അവിടുന്ന് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: എൻ്റെ ആത്മാവ് മരണവേദന അനുഭവിക്കുന്നു. നിങ്ങൾ എന്നോടുകൂടെ ഉണർന്നിരിക്കുവിൻ. അനന്തരം അവിടുന്ന് ഒരു കല്ലേറ് ദൂരെ മാറി മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, കഴിയുമെങ്കിൽ ആ മണിക്കൂർ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. അങ്ങ് സർവശക്തനാണല്ലോ. ഈ കാസ എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ ശിഷ്യന്മാരുടെ പക്കലേക്ക് മടങ്ങി ചെന്നപ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. ഈശോ അവിടുന്ന് പത്രോസിനോട് ചോദിച്ചു: സിമിയോനെ, നീ ഉറങ്ങുകയാണ്? ഒരു മണിക്കൂർ നേരം എന്നോടുകൂടെ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ. ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമായിരിക്കുന്നു. അവിടുന്ന് വീണ്ടും പോയി അതേ വാക്കുകൾ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു: എന്റെ പിതാവേ, ഈ കാസ് ഞാൻ കുടിക്കാതെ നിവർത്തിയില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ വീണ്ടും തിരിച്ചു ചെന്നപ്പോഴും അവർ ഉറങ്ങുന്നതായിട്ടാണ് കണ്ടത്. അവരുടെ കണ്ണുകൾ അത്രയ്ക്ക് നിദ്രാഭാരമുള്ളവയായിരുന്നു. അവിടുത്തോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ അവർ വിഷമിച്ചു. ഈശോ അവരെ വിട്ട് മൂന്നാം പ്രാവശ്യവും പ്രാർത്ഥിക്കുവാൻ പോയി. അവിടുന്ന് അതേ വാക്കുകൾ തന്നെ ഉരുവിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഈശോയെ ധൈര്യപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു മാലാഖ പ്രത്യക്ഷനായി. വേദന കഠോരമായപ്പോൾ അവിടുന്ന് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്ത് വീണു. അവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചെന്നു. അവർ അപ്പോഴും ദുഃഖാർത്തരായി
തളർന്നുറങ്ങുകയായിരുന്നു. അവിടുന്ന് അവരോട് അരുളി ചെയ്തു, ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണ്. ഇതാ, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനുള്ള സമയമാണ്. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ എത്തിക്കഴിഞ്ഞു. അവിടുത്തെ ഒറ്റിക്കൊടുത്ത യൂദാസിന് ആ സ്ഥലം അറിയാമായിരുന്നു. എന്തെന്നാൽ ശിഷ്യന്മാരും ഒന്നിച്ച് ഈശോ പലപ്പോഴും അവിടെ പോകാറുണ്ടായിരുന്നു. യൂദാസ് പട്ടാളത്തെയും പ്രധാനാചാര്യന്മാരുടെയും പ്രീസന്മാരുടെയും സേവകന്മാരെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നു. അവർ വിളക്കുകളും പന്തങ്ങളും വാളുകളും വടികളും എടുത്തിരുന്നു. ഈശോ ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തിയത്. ഒറ്റിക്കൊടുക്കാനിരുന്നവൻ അവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരാളെ ചുംബിക്കും, അവനാണ് മിശിഹ, അവനെ നിങ്ങൾ ശ്രദ്ധാപൂർവം പിടിച്ചുകൊള്ളണം. അടുത്തെത്തിയ ഉടനെ യൂദാസ് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഈശോയെ ചുംബിച്ചു. ഗുരേ സുസ്തി. അപ്പോൾ ഈശോ അയാളോട് ചോദിച്ചു, സ്നേഹിത, നീ ഇതിനാണോ വന്നത്? യുദാസേ, ചുംബിച്ചുകൊണ്ട് നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുകയാണോ? സംഭവിക്കാൻ പോകുന്നതെല്ലാം അറിഞ്ഞിരുന്ന ഈശോ അവരുടെ അടുക്കലേക്ക് ചെന്ന് ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ അവിടുത്തോട് പറഞ്ഞു. ഈശോ അവരോട് അരുളി ചെയ്തു, അത് ഞാൻ തന്നെയാകുന്നു. അവിടുത്തെ ഒറ്റിക്കൊടുത്ത യൂദാസും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അത് ഞാൻ തന്നെയാകുന്നു എന്ന് അവിടുത്തെ അരുളി ചെയ്ത ക്ഷണത്തിൽ അവരെല്ലാവരും പുറകോട്ട് മറിഞ്ഞു വീണു. ഈശോ വീണ്ടും അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ വീണ്ടും പറഞ്ഞു. അവിടുന്ന് അവരോട് അരുളി ചെയ്തു, അത് ഞാൻ തന്നെയാണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞുവല്ലോ. എന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഇവരെല്ലാം പോയിക്കൊള്ളട്ടെ. അങ്ങ് എന്നെ ഏൽപ്പിച്ചിരുന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ള ദൈവത്തിന്റെ വചനം പൂർത്തിയാക്കുവാനാണ് അവിടുന്ന് ഇപ്രകാരം പറഞ്ഞത്. എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാർ അവിടുത്തോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങളും വാളെടുക്കട്ടെയോ? ശിമയോൻ പത്രോസിന്റെ കൈവശം ഒരു വാളുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് അത് ഊരി പ്രധാനാചാര്യന്റെ സേവകനെ വെട്ടി അവന്റെ വലത്ത് ചെവി മുറിച്ചു കളഞ്ഞു. ആ സേവകന്റെ പേര് മാൽക്കൂസ് എന്നായിരുന്നു. അവന്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തിയ ശേഷം ഈശോ പത്രോസിനോട് അരുളി ചെയ്തു, വാൾ അതിന്റെ ഉറയിലിടുക. വാളെടുക്കുന്നവൻ വാളാൽ തന്നെ മരിക്കും. ഞാൻ എന്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ ക്ഷണം നേരം കൊണ്ട് 12 വ്യൂഹം മാലാഖമാരെ അയച്ച് ശത്രുകരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുകയില്ലെന്നാണോ നീ കരുതുന്നത്? അങ്ങനെ ചെയ്താൽ ഇതെല്ലാം സംഭവിക്കണമെന്ന തിരുവെഴുത്ത് എങ്ങനെ പൂർത്തിയാകും? എന്റെ പിതാവ് എനിക്ക് തന്ന കാസ ഞാൻ കുടിക്കേണ്ടതല്ലയോ? അനന്തരം ഈശോ ആ ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, ഒരു കവർച്ചക്കാരനെ പിടിക്കാനെന്ന വണ്ണം വാളുകളും വടികളുമാൽ നിങ്ങൾ ഇപ്പോൾ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നുവല്ലോ. അന്നൊന്നും നിങ്ങൾ എന്നെ പിടികൂടിയില്ലല്ലോ. ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് അന്ധകാരത്തിന്റെ ഭരണമാണ്. പ്രവചനങ്ങൾ പൂർത്തിയാകുവാൻ ഇങ്ങനെയെല്ലാം സംഭവിച്ചേ മതിയാകും. അപ്പോൾ സഹസ്രാധിപനും പട്ടാളക്കാരും യൂതന്മാരുടെ പരിചാരകരും ചേർന്ന് ഈശോയെ പിടിച്ച് ബന്ധിച്ചു. അത് കണ്ട് ശിഷ്യന്മാരെല്ലാവരും അവിടുത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. എന്നാൽ ഒരു യുവാവ് ഈശോയെ അനുഗമിച്ചിരുന്നു. അവർ അയാളെ പിടികൂടി ധരിച്ചിരുന്ന വസ്ത്രം ഉപേക്ഷിച്ച് അയാളും ഓടി രക്ഷപ്പെട്ടു. ഈശോയെ ആദ്യം അവർ അന്നാസിന്റെ പക്കലേക്കാണ് കൊണ്ടുപോയത്. എന്തെന്നാൽ അയാൾ ആ കൊല്ലത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യാപ്പായുടെ ശ്വശുരനായിരുന്നു. ജനങ്ങൾ ഒന്നാകെ നശിക്കാതിരിക്കാൻ ഒരാൾ അവർക്ക് പകരം മരിക്കുന്നത് നല്ലതാണെന്ന് ഒരിക്കൽ പ്രസ്താവിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു കയ്യാപ്പ. പ്രധാനാചാര്യൻ ഈശോയോട് അവിടുത്തെ ശിഷ്യന്മാരെയും ഉപദേശത്തെ പറ്റി ചോദിച്ചു. ഈശോ ഇപ്രകാരം മറുപടി പറഞ്ഞു, ഞാൻ ജനങ്ങളോട് പരസ്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. യൂതന്മാരുടെ സംഘത്തിലും ദേവാലയത്തിലുമല്ലാതെ രഹസ്യമായി ഞാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. പിന്നെന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ എന്ത് പറഞ്ഞുവെന്ന് എന്റെ ശ്രോതാക്കളോട് തന്നെ ചോദിക്കുക. ഞാൻ പറഞ്ഞതെല്ലാം അവർക്കറിയാമല്ലോ. അവിടുന്ന് അങ്ങനെ അരുളി ചെയ്തപ്പോൾ അടുത്ത് നിന്നിരുന്ന ഒരു പരിചാരകൻ ഇപ്രകാരം ചോദിച്ചുകൊണ്ട് അവിടുത്തെ കവിൾത്തടത്തിൽ അടിച്ചു.
ഇങ്ങനെയാണോ പ്രധാനാചാര്യനോട് മറുപടി പറയുന്നത്? ഈശോ അയാളോട് ചോദിച്ചു, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കാണിച്ചു തരിക. തെറ്റൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ അടിച്ചത്? അന്നാസ് ഈശോയെ ബന്ധിതനായി തന്നെ മഹാപുരോഹിതനായ കയ്യാപ്പായുടെ അടുക്കലേക്ക് അയച്ചു. പ്രധാനാചാര്യന്മാരും നിയമജ്ഞന്മാരും ജനപ്രമാണികളുമെല്ലാം അവിടെ സമ്മേളിച്ചിരുന്നു. പ്രധാനാചാര്യന്മാരും ന്യായാധിപ സംഘവും ഈശോയെ വധശിക്ഷയ്ക്ക് വിധിക്കുവാനുള്ള തെളിവുകൾ ഉണ്ടാക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതിൽ അവർ പരാജയമടഞ്ഞു. പലരും അവിടത്തേക്കെതിരായി കള്ളസാക്ഷ്യം പറയുവാൻ തയ്യാറായി ചെന്നെങ്കിലും അവരുടെ സാക്ഷ്യങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാതെ പോയി. അവസാനം 2 കള്ളസാക്ഷികൾ ചെന്ന് ഇങ്ങനെ മൊഴി കൊടുത്തു. മനുഷ്യനിർമ്മിതമായി ദേവാലയം നശിപ്പിച്ച് 3 ദിവസങ്ങൾക്കകം മനുഷ്യനിർമ്മിതമല്ലാത്ത മറ്റൊന്ന് ഞാൻ പണിയുമെന്ന് ഈ മനുഷ്യൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അവിടെയും അവരുടെ സാക്ഷ്യങ്ങൾക്ക് തമ്മിൽ പൊരുത്തമില്ലായിരുന്നു. മഹാപുരോഹിതൻ അവരുടെ മധ്യ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈശോയോട് ചോദിച്ചു, ഈ മനുഷ്യരെല്ലാം നിനക്കെതിരായി നൽകുന്ന സാക്ഷ്യങ്ങളെ കുറിച്ച് നിനക്കൊന്നും പറയാനാവുന്നില്ലേ? ഈശോ യാതൊരു മറുപടിയും നൽകിയില്ല. മഹാപുരോഹിതൻ വീണ്ടും ചോദിച്ചു, നീ ദൈവപുത്രനായ മിശിഹ തന്നെയോ എന്ന് ഞങ്ങളോട് പറയണമെന്ന് സജീവ ദൈവത്തിന്റെ നാമത്തിൽ ശബ്ദം ചെയ്തു ഞാൻ ആവശ്യപ്പെടുന്നു. ഈശോ അരുളി ചെയ്തു, അങ്ങു തന്നെ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് കേട്ടപ്പോൾ മഹാപുരോഹിതൻ തന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ഇവൻ ദൈവദൂഷണം പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ മറുപടി പറഞ്ഞു. പിന്നീട് അവർ അവിടുത്തെ മുഖത്ത് തുപ്പുകയും ഇടിക്കുകയും കരണത്തടിക്കുകയും ചെയ്തു. കണ്ണുകൾ കെട്ടിയ ശേഷം ഇപ്രകാരം ചോദിച്ചുകൊണ്ട് അവിടുത്തെ അടിച്ചു, നിന്നെ അടിച്ചത് ആരാണെന്ന് പ്രവചിക്കുക. അവർ അവിടുത്തേക്കെതിരായി പല ദൂഷണങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. ശിമയോൻ പത്രോസും മറ്റൊരു ശിഷ്യനും മഹാപുരോഹിതന്റെ അങ്കണം വരെ ദൂരത്തുകൂടി ഈശോയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ആ ശിഷ്യൻ മഹാപുരോഹിതനെ പരിചയമുണ്ടായിരുന്നതിനാൽ ഈശോയുടെ കൂടെ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് പ്രവേശിക്കുവാൻ സാധിച്ചു. എന്നാൽ പത്രോസ് പുറത്ത് വാതിൽക്കൽ നിൽക്കുകയായിരുന്നതിനാൽ മഹാപുരോഹിതനെ പരിചയമുണ്ടായിരുന്ന മറ്റേ ശിഷ്യൻ ചെന്ന് വാതിൽക്കാവൽക്കാരിയോട് ശുപാർശ ചെയ്തു. ശിമയോൻ പത്രോസിനെയും അകത്ത് പ്രവേശിച്ചു. ആ വാതിൽക്കാവൽക്കാരി ശിമയോനോട് ചോദിച്ചു, താനും ആ മനുഷ്യന്റെ ഒരു ശിഷ്യനല്ലയോ? പെട്ടെന്ന് അയാൾ മറുപടി പറഞ്ഞു, ഞാൻ ആ മനുഷ്യന്റെ ശിഷ്യനല്ല. കാര്യങ്ങൾ എങ്ങനെ അവസാനിക്കുമെന്ന് കാണാനായി ശിമയോൻ ഭൃത്യന്മാരോടുകൂടെ അകത്ത് കാത്തിരുന്നു. കുളിരായിരുന്നതിനാൽ ഭൃത്യന്മാരും സേവകന്മാരും തീ കൂട്ടി കാഞ്ഞുകൊണ്ടിരിക്കുന്നു. ശിമയോനും അവരുടെ കൂടെ തീ കായുകയായിരുന്നു. അപ്പോൾ മഹാപുരോഹിതന്റെ ഒരു പരിചാരിക ആ വഴി വന്നു. അവൾ ശിമയോനെ സൂക്ഷിച്ചു നോക്കിയ ശേഷം ഇങ്ങനെ ചോദിച്ചു, താനും നസ്രായനായ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പത്രോസ് നിഷേധിച്ചു പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ മനുഷ്യനെ അറിയുന്നില്ല. അനന്തരം അയാൾ പടിവാതിൽക്കലേക്ക് പോയി. അപ്പോൾ കോഴി കൂവി. അല്പം കഴിഞ്ഞ് അവിടെ നിന്നിരുന്നവർ അടുത്ത് ചെന്ന് പത്രോസിനോട് പറഞ്ഞു, അവരുടെ കൂടെയുള്ളവൻ തന്നെ, സംശയമില്ല. തന്റെ സംസാര രീതി തന്നെ അത് തെളിയിക്കുന്നു. അപ്പോൾ ശിമയോൻ പത്രോസ് സത്യം ചെയ്ത് ആണയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. പ്രധാനാചാര്യന്റെ ഭൃത്യനും പത്രോസ് ചെവി മുറിച്ചവന്റെ ചാർച്ചക്കാരനുമായ ഒരു മനുഷ്യൻ പത്രോസിനോട് പറഞ്ഞു, തോട്ടത്തിൽ വെച്ച് അയാളുടെ കൂടെ തന്നെയും ഞാൻ കണ്ടല്ലോ. പത്രോസ് അതും നിഷേധിച്ചു. അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 2-ാം പ്രാവശ്യം കോഴി കൂവി. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി, കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിച്ച് പറയും എന്ന് അവിടെ അരുളി ചെയ്യുന്നത് പത്രോസ് അപ്പോൾ ഓർത്തു. അയാൾ പുറത്തേക്ക് പോയി ഹൃദയം നൊന്ത് കരഞ്ഞു. നേരം വെളുത്തപ്പോൾ പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും നിയമജ്ഞരും ചേർന്ന് ഈശോയെ വധിക്കുന്നതിനെ പറ്റി ആലോചന നടത്തി. ന്യായാധിപ സംഘത്തിന് മുമ്പാകെ അവിടുത്തെ ഹാജരാക്കിയ ശേഷം അവർ അവിടുത്തോട് ഇപ്രകാരം പറഞ്ഞു, നീ മിശിഹായാണെങ്കിൽ അക്കാര്യം ഞങ്ങളോട് തുറന്നു പറയുക. അവിടുന്ന് ഇങ്ങനെ മറുപടി പറഞ്ഞു, എന്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കുകയില്ല, എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുകയുമില്ല. ഇന്നു മുതൽ മനുഷ്യപുത്രൻ സർവശക്തനായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കും.
അവർ വീണ്ടും അവിടുത്തോട് ചോദിച്ചു, ആകയാൽ നീ ദൈവപുത്രനാണെന്ന് പറയുകയാണോ? അവിടുന്ന് ഉത്തരമരുളി, ഞാൻ ദൈവപുത്രനാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, നമുക്കിനി സാക്ഷികളെ കൊണ്ട് എന്താണ് ആവശ്യം? നാം തന്നെ നേരിട്ട് കേട്ടു കഴിഞ്ഞല്ലോ. അവർ അവിടുത്തെ ബന്ധിച്ച് ഗവർണറായിരുന്ന പന്തിയോസ് പീലാത്തോസിന്റെ മുമ്പാകെ ഹാജരാക്കി. ഈശോ വിധിക്കപ്പെട്ട വിവരമറിഞ്ഞപ്പോൾ അവിടുത്തെ ഒറ്റിക്കൊടുത്ത യൂദാസ് മനക്ലേശത്തോടെ ആ 30 വെള്ളി നാണയങ്ങളുമായി പ്രധാനാചാര്യന്മാരുടെയും ജനപ്രമാണികളുടെയും അടുക്കൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി, കുറ്റമില്ലാത്ത രക്തം ഞാൻ ഒറ്റിക്കൊടുത്തു. അവർ മറുപടി പറഞ്ഞു, അതിന് ഞങ്ങൾ എന്തു വേണം? നീ പോയി നിന്റെ കാര്യം നോക്കിക്കൊള്ളുക. അവർ ആ നാണയത്തൊട്ടുകൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി തൂങ്ങിച്ചത്തു. പ്രധാനാചാര്യന്മാർ ആ നാണയത്തൊട്ടുകൾ പെറുക്കിയെടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇത് രക്തത്തിന്റെ വിലയാകിയാൽ നേർച്ചപ്പെട്ടിയിലിടുന്നത് ശരിയല്ല. അവർ കൂടിയാലോചിച്ച ശേഷം ആ പണം കൊടുത്ത് വിദേശികളെ സംസ്കരിക്കുവാൻ ഒരു കുശവന്റെ പറമ്പ് വാങ്ങി. ആ സ്ഥലം ഇന്നും രക്തപ്പറമ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിലപ്പെട്ടവന്റെ വിലയായ ഇസ്രായേൽക്കാർ കണക്കാക്കിയ 30 വെള്ളി നാണയമെടുത്ത് കർത്താവ് എന്നോട് അരുളി ചെയ്തതുപോലെ അവർ കുശവന്റെ പറമ്പിന് കൊടുത്തു എന്നുള്ള ജെറമിയാസിന്റെ പ്രവചനം അങ്ങനെ പൂർത്തിയായി. നേരം പുലർച്ചെയായപ്പോൾ അവർ ഈശോയെ കയ്യാപ്പായുടെ ഭവനത്തിൽ നിന്ന് ഗവർണറുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടിയിരുന്നതിനാൽ അവരാരും കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചതില്ല. അതിനാൽ പീലാത്തോസ് പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് ചോദിച്ചു, എന്തു കുറ്റമാണ് നിങ്ങൾ ഈ മനുഷ്യന്റെ മേൽ ആരോപിക്കുന്നത്? അതിന് അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു, കുറ്റക്കാരനല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ അയാളെ അങ്ങയുടെ സമക്ഷം ഹാജരാക്കുകയില്ലായിരുന്നു. പീലാത്തോസ് അവരോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമമനുസരിച്ച് വിസ്തരിച്ചുകൊള്ളുവീൻ. ഉടനെ യൂദന്മാർ പീലാത്തോസിനോട് പറഞ്ഞു, ആർക്കും മരണശിക്ഷ നൽകുവാൻ ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ. എങ്ങനെയാണ് താൻ മരിക്കാൻ പോകുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ ഈശോ പറഞ്ഞ വാക്കുകൾ അങ്ങനെ നിറവേറുകയായിരുന്നു. അനന്തരം അവർ ഈശോയുടെ മേൽ ഓരോ കുറ്റങ്ങൾ ആരോപിച്ചു തുടങ്ങി. ഇയാൾ ജനങ്ങളെ വഴിതെറ്റിക്കുകയും സീസറിന് കപ്പം കൊടുക്കുന്നത് തടയുകയും താൻ രാജാവായ മിശിഹായാണെന്ന് പറയുകയും ചെയ്തതായി ഞങ്ങൾക്കറിയാം. അപ്പോൾ പീലാത്തോസ് അകത്തേക്ക് പോയി ഈശോയെ വിളിച്ച് ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ യൂദന്മാരുടെ രാജാവാണല്ലോ. ഈശോ അരുളി ചെയ്തു, ഇത് അങ്ങ് സ്വയം ചോദിക്കുന്നുവോ, മറ്റുള്ളവർ എന്നെ പറ്റി പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നു? മറുപടിയായി പീലാത്തോസ് ചോദിച്ചു, ഞാൻ യൂദനല്ല, നിങ്ങളുടെ ആളുകൾ പ്രധാനാചാര്യന്മാരുമല്ലോ. നിങ്ങളെ എൻ്റെ മുമ്പിൽ ഹാജരാക്കിയത് നിങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തത്? അപ്പോൾ ഈശോ അരുളി ചെയ്തു, എന്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യുദ്ധന്മാരുടെ കൈകളിൽ വീഴാതിരിക്കുവാൻ എന്റെ സേവകന്മാർ യുദ്ധം ചെയ്യുമായിരുന്നു. എന്റെ രാജ്യം ഇവിടെയല്ല. പീലാത്തോസ് വീണ്ടും ചോദിച്ചു, അപ്പോൾ നിങ്ങളൊരു രാജാവ് തന്നെയാണെന്നോ? ഈശോ ഉത്തരമരുളി, ഞാൻ രാജാവാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞു. സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവനാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. സത്യത്തോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം എന്റെ ശബ്ദം കേൾക്കും. അപ്പോൾ പീലാത്തോസ് ചോദിച്ചു, സത്യം എന്താകുന്നു? ചോദ്യം കഴിഞ്ഞ് ഉടൻ തന്നെ അദ്ദേഹം യൂദന്മാരുടെ നേരെ തിരിഞ്ഞ് പ്രധാനാചാര്യന്മാരോടും ജനസമൂഹത്തോടും ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല. അവർ വീണ്ടും ഈശോയിൽ കുറ്റം ആരോപിച്ചു തുടങ്ങി. യൂദയ രാജ്യങ്ങളിലെങ്ങും പ്രസംഗിച്ച് ജനങ്ങളെ പ്രക്ഷോഭത്തിന് പ്രേരിപ്പിക്കുന്നു. ഗലീല എന്ന് കേട്ട ഉടനെ പീലാത്തോസ് ചോദിച്ചു, ഈശോ ഹെറോദേസിന്റെ അധികാര സീമയിൽപ്പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് അവിടുത്തെ ഹെറോദേസിന്റെ പക്കലേക്ക് അയച്ചു. അദ്ദേഹം അന്ന് ജെറുസലത്തുണ്ടായിരുന്നു. ഈശോയെ കണ്ടപ്പോൾ ഹെറോദേസ് വളരെ സന്തോഷിച്ചു. അദ്ദേഹം ഈശോയെക്കുറിച്ച് പലതും കേട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അവിടുന്ന് എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണാമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ഹെറോദേസ് ഈശോയോട് പലതും ചോദിച്ചു, എന്നാൽ അവിടുന്ന് ഒരു മറുപടിയും പറഞ്ഞില്ല. അവിടെയും പ്രധാനാചാര്യന്മാരും നിയമജ്ഞരും ഈശോയ്ക്കെതിരായി ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നു. അവസാനം ഹെറോദേസും പടയാളികളും കൂടി അവിടുത്തെ നിന്ദിച്ച് പരിഹസിക്കുകയും വിലയേറിയ ഒരു വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ പക്കലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു.
ശത്രുതയിൽ കഴിഞ്ഞിരുന്ന ഹെറോദേസും പീലാത്തോസും അന്ന് മുതൽ മിത്രങ്ങളായി തീർന്നു. പീലാത്തോസ് പ്രധാനാചാര്യന്മാരെയും ജനപ്രമാണികളെയും വിളിച്ചുകൂട്ടി ഇങ്ങനെ പറഞ്ഞു: ജനങ്ങളെ വഴിപേഴിപ്പിക്കുന്നു എന്ന കുറ്റം ആരോപിച്ചാണല്ലോ നിങ്ങൾ ഈ മനുഷ്യനെ എൻ്റെ മുമ്പിൽ ഹാജരാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഇയാളെ വിസ്തരിച്ചു. എന്നാൽ നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളൊന്നും ഞാൻ ഇയാളിൽ കണ്ടില്ല. ഹെറോദോസും ഇയാളുടെ കുറ്റമൊന്നും കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇയാളെ ഇങ്ങോട്ട് തന്നെ തിരിച്ചയക്കണമെന്നല്ലോ ചെയ്തത്. മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റമൊന്നും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. അതിനാൽ ചമ്മട്ടിക്കൊണ്ട് അടിച്ച് ഇയാളെ ഞാൻ വിട്ടയക്കും. എല്ലാ പെസഹ തിരുനാളിലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ഗവർണർ മോചിപ്പിക്കുക പതിവായിരുന്നു. അതനുസരിച്ച് ആളെ മോചിപ്പിക്കുവാൻ ജനങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങി. ഒരു കലാപത്തിനിടയിൽ കൊലപാതകം നടത്തിയ കുറ്റത്തിന് പ്രക്ഷോഭകാരികളുടെ കൂടെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്ന ബറാബാസ് എന്ന കുപ്രസിദ്ധനായ ഒരു തടവുകാരൻ ഉണ്ടായിരുന്നു. ജനങ്ങൾ കൂട്ടം കൂടിയപ്പോൾ പീലാത്തോസ് അവരോട് ചോദിച്ചു: പെസഹ തിരുനാളിൽ ഒരു തടവുകാരനെ മോചിപ്പിക്കുക പതിവുണ്ടല്ലോ. ഞാൻ ആരെയാണ് മോചിപ്പിക്കേണ്ടത്? ബറാബാസിനെയോ മിശിഹ എന്ന് വിളിക്കപ്പെടുന്ന ഈശോയെയോ? അവർ ഈശോയെ പിടിച്ചേൽപ്പിച്ചത് അവരുടെ അസൂയ കൊണ്ടാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പീലാത്തോസ് ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ആളയച്ച് ഇപ്രകാരം അറിയിച്ചു: ആദ്യമാനെ ഒന്നും ചെയ്യരുത്. അങ്ങനെ അദ്ദേഹത്തെ പ്രതി സ്വപ്നത്തിൽ ഞാൻ വളരെ വേദന അനുഭവിച്ചു. എന്നാൽ പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും ബറാബാസിനെ മോചിപ്പിക്കുന്നതിനും ഈശോയെ വധിക്കുന്നതിനും മുറവിളി കൂട്ടുവാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിരുന്നു. പീലാത്തോസ് ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചു: ഈ രണ്ടുപേരിൽ ആരെ മോചിപ്പിക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു: ഈശോയെ മോചിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു: യൂദന്മാരുടെ രാജാവ് എന്ന് വിളിക്കപ്പെടുന്ന ഈശോയെ എന്ത് ചെയ്യണം? അപ്പോൾ എല്ലാവരും കൂടി വിളിച്ചു പറഞ്ഞു: അവനെ കുരിശിൽ തറയ്ക്കുക, അവനെ കുരിശിൽ തറയ്ക്കുക. മൂന്നാം പ്രാവശ്യം പീലാത്തോസ് അവരോട് ചോദിച്ചു: ഈ മനുഷ്യൻ എന്ത് കുറ്റമാണ് ചെയ്തത്? വധശിക്ഷ അർഹിക്കുന്ന യാതൊരു കുറ്റവും ഞാൻ ഇയാളിൽ കാണുന്നില്ല. അവരാകട്ടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് സാഠ്യഭാവത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ മുറവിളിക്ക് ശക്തി കൂടി വരികയും ചെയ്തു. അവസാനം പീലാത്തോസ് ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരുടെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊടുത്തു. കവർച്ചയും കൊലപാതകവും മൂലം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അവരുടെ ആവശ്യപ്രകാരം അദ്ദേഹം സ്വതന്ത്രനാക്കി. ഈശോയെ അവരുടെ ഹിതത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. അനന്തരം പീലാത്തോസ് ഈശോയെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ചു. പടയാളികൾ ഈശോയെ കൊട്ടാരത്തിന്റെ അങ്കണത്തിലേക്ക് കൊണ്ടുപോയി. സൈന്യദളങ്ങളെയെല്ലാം അവിടെ വിളിച്ചുകൂട്ടി. അനന്തരം അവിടുത്തെ വസ്ത്രങ്ങൾ മാറ്റി ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ടുള്ളൊരു മുടിയുണ്ടാക്കി ശിരസിൽ മേൽ വെച്ചു. വലതു കൈയിൽ ഒരു ഞാങ്കണയും കൊടുത്തു. പിന്നീട് അവർ അവിടുത്തെ മുമ്പിൽ മുട്ടുകുത്തി യൂദന്മാരുടെ രാജാവേ വന്ദനം എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അവിടുത്തെ കർണത്ത് ആഞ്ഞടിച്ചു. അനന്തരം ഞാങ്കണയെടുത്ത് ശിരസിലടിക്കുകയും തൊപ്പുകയും ചെയ്തു. പീലാത്തോസ് വീണ്ടും പുറത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു: ഞാൻ അയാൾ കുറ്റമൊന്നും കാണുന്നില്ലെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അയാളെ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. മുൾക്കിരീടവും ചുവന്ന മേലങ്കയും ധരിച്ചിരുന്ന ഈശോയെ ഉടനെ പുറത്തേക്ക് കൊണ്ടുചെന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു: ഇതാണ് ആ മനുഷ്യൻ. പ്രധാനാചാര്യന്മാരും പ്രവാചകന്മാരും അവിടുത്തെ കണ്ടപ്പോൾ അട്ടഹസിച്ച് പറഞ്ഞു: അവനെ കുരിശിൽ തറയ്ക്കുക, അവനെ കുരിശിൽ തറയ്ക്കുക. പീലാത്തോസ് പ്രതിവചിച്ചു: നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി കുരിശിൽ തറച്ചുകൊള്ളുവിൻ. ഞാൻ അയാളിൽ കുറ്റമൊന്നും കാണുന്നില്ല. അപ്പോൾ യൂദന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു: ഞങ്ങൾക്കൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് അവൻ വധശിക്ഷയ്ക്ക് അർഹനാകുന്നു. എന്തെന്നാൽ താൻ ദേവപുത്രനാണെന്ന് അവൻ അവകാശപ്പെടുന്നു. അത് കേട്ടപ്പോൾ പീലാത്തോസ് അത്യധികം ഭയപ്പെട്ടു. അതിനാൽ വീണ്ടും അകത്ത് ചെന്ന് അദ്ദേഹം ഈശോയോട് ചോദിച്ചു: നിങ്ങൾ ആരാകുന്നു? ഈശോ അതിന് മറുപടി നൽകിയില്ല. പീലാത്തോസ് വീണ്ടും അവിടുത്തോട് ചോദിച്ചു: എന്നോട് നിങ്ങൾ മറുപടി പറയുന്നില്ലേ? നിങ്ങൾ കുരിശിൽ തറയ്ക്കുവാനും വിട്ടയക്കുവാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? ഈശോ ഇപ്രകാരം മറുപടി പറഞ്ഞു: ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടാതിരുന്നുവെങ്കിൽ അങ്ങേക്ക് എന്റെ മേൽ അധികാരമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ആകിയാൽ എന്നെ അങ്ങേ പക്കൽ ഏൽപ്പിച്ചവനാണ് അങ്ങേയേക്കാൾ വലിയ കുറ്റക്കാരൻ. തന്മൂലം പീലാത്തോസ് അവിടുത്തെ മോചിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ യൂദന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു: അവനെ വിട്ടയക്കുന്ന പക്ഷം അങ്ങ് സീസറിന്റെ സ്നേഹിതനല്ല,
സ്വയം രാജാവാകുവാൻ ശ്രമിക്കുന്നവരെല്ലാം സീസറിന്റെ ശത്രുക്കളാകുന്നു. അത് കേട്ടപ്പോൾ പീലാത്തോസ് വീണ്ടും ഈശോയെ പുറത്തേക്ക് കൊണ്ടുചെന്നു. ഹീബ്രു ഭാഷയിൽ ഗബാത്ത എന്ന് പറയുന്ന കൽത്തളത്തിൽ അദ്ദേഹം ഉപവിഷ്ടനായി. അന്ന് പെസഹ വെള്ളിയാഴ്ചയായിരുന്നു. സമയം ഏകദേശം 12 മണിയായി. പീലാത്തോസ് യൂദന്മാരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അത് കേട്ടപ്പോൾ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ കൊണ്ടുപോവുക, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുക. പീലാത്തോസ് അവരോട് ചോദിച്ചു, എന്ത്, നിങ്ങളുടെ കർത്താവിനെ ഞാൻ കുരിശിൽ തറയ്ക്കണമെന്നോ? അതിന് പ്രധാനാചാര്യന്മാരാണ് മറുപടി പറഞ്ഞത്, സീസർ അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു രാജാവില്ല. തന്റെ പരിശ്രമങ്ങളെല്ലാം നിഷ്ഫലമാവുകയാണെന്നും കലഹം വർദ്ധിക്കുവാനാണ് സാധ്യതയെന്നും പീലാത്തോസിന് മനസ്സിലായി. അതിനാൽ അദ്ദേഹം വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈകൾ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അത് കേട്ട് ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താനങ്ങളുടെ മേലും വീണുകൊള്ളട്ടെ. പീലാത്തോസ് ഉടനെ ഈശോയെ ക്രൂശിക്കുവാനായി അവർ കേൾപ്പിച്ചു കൊടുത്തു. അവർ അവിടുത്തെ പിടിച്ച് ചുവന്ന മേലങ്കി മാറ്റി സ്വന്തം വസ്ത്രങ്ങൾ ധരിപ്പിച്ചു കുരിശിൽ തറയ്ക്കുവാൻ കൊണ്ടുപോയി. അവിടുന്ന് കുരിശും ചുമന്നുകൊണ്ട് കപാലം എന്ന സ്ഥലത്തേക്ക് നടന്നു. ഹീബ്രു ഭാഷയിൽ അത് ഗാഗുൽത്ത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വഴിക്ക് വെച്ച് അവർ സൈറീൻകാരനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അയാളുടെ പേർ ശിമയോൻ എന്നായിരുന്നു. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ ആ മനുഷ്യൻ വയലിൽ നിന്ന് വരികയായിരുന്നു. ഈശോയുടെ കുരിശ് ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിക്കുകയും അത് വഹിച്ചുകൊണ്ട് പുറകെ ചെല്ലുവാൻ അത് അയാളുടെ മേൽ വെച്ചു കൊടുക്കുകയും ചെയ്തു. വലിയൊരു ജനക്കൂട്ടം ഈശോയെ അനുഗമിച്ചു. അവിടുത്തെ കുറിച്ച് കരയുകയും പ്രലപിക്കുകയും ചെയ്തിരുന്ന അനേകം സ്ത്രീകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവിടുന്ന് അവരുടെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ അരുളി ചെയ്തു, ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ പ്രതി കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. വന്ധ്യകൾക്കും ഗർഭം ധരിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത പയോധരങ്ങൾക്കും ഭാഗ്യമെന്ന് മനുഷ്യർ പറയുന്ന കാലം വരുന്നു. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്ന് മലകളോടും ഞങ്ങളെ മൂടുവിൻ എന്ന് പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോട് ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഉണക്കമരത്തിന് എന്താണ് സംഭവിക്കുക? വധിക്കപ്പെടുവാനുള്ള 2 കുറ്റവാളികളെയും ഈശോയുടെ കൂടെ അവർ കൊണ്ടുപോയിരുന്നു. ഗാഗുൽത്തായിലെത്തിയപ്പോൾ മീറ കലർത്തിയ വീഞ്ഞ് അവിടത്തേക്ക് കുടിക്കാൻ കൊടുത്തു. അവിടുന്ന് അത് രുചിച്ചു നോക്കി, എങ്കിലും കുടിച്ചില്ല. അനന്തരം അവർ ഈശോയെ കുരിശിൽ തറച്ചു. വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെയും കുരിശിൽ തറച്ചു. ദുഷ്ടന്മാരുടെ കൂടെ അവിടുന്ന് എണ്ണപ്പെട്ടു എന്ന തിരുവെഴുത്ത് അങ്ങനെ നിറവേറുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും മുട്ടുകൾ മടക്കാം. ഈ നിമിഷം പ്രാർത്ഥനയോട് കൂടി ആയിരിക്കുക. ഞാനൊരു മനുഷ്യനല്ല, കൃപയാകുന്നു. മനുഷ്യനിന്ദാപാത്രവും ജനങ്ങളുടെ പരിഹാസ വിഷയമാകുന്നു. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു, വികൃതമായ ആംഗ്യങ്ങളാൽ നിന്ദിക്കുന്നു. അവൻ കർത്താവിനെ ആശ്രയിച്ചല്ലോ, അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ. അവിടുന്ന് അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനെ സ്വതന്ത്രനാക്കട്ടെ. എന്റെ ജനനം മുതൽ തന്നെ അങ്ങന്റെ ദൈവവും അഭയമാകുന്നു. അങ്ങേക്ക് ഞാൻ സ്വയം സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ ദുഃഖിതനായിരിക്കാൻ എന്നിൽ നിന്ന് അകന്നു പോകരുതേ. എന്നെ സഹായിക്കാൻ ആരുമില്ല. എന്റെ ഹൃദയം മെഴുകിന് തുല്യമായി ഉള്ളിലെ അവയവങ്ങൾ ഉരുകി തുടങ്ങി. ഇഷ്ടിക പോലെ എന്റെ തൊണ്ട വരണ്ടു, നാവു തൊണ്ടയോട് ഒട്ടിച്ചേർന്നു. അങ്ങനെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നു. എന്റെ കൈകളും കാലുകളും അവർ തുളച്ചു, എന്റെ അസ്ഥികളെല്ലാം അവരെണ്ണി. അവർ എന്നെ ഉറ്റുനോക്കി. അവർ എന്റെ വസ്ത്രം പങ്കിട്ടെടുത്തു, മേലങ്കിക്ക് വേണ്ടി അവ ചിട്ടിയിട്ടു. നമുക്ക് സ്വന്തമായിട്ടിരിക്കാം. വായന തുടരുന്നു. 3 മണിക്കാണ് അവർ ഈശോയെ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തു, പിതാവേ, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. എന്തുകൊണ്ടെന്നാൽ തങ്ങൾ എന്താണ് ചെയ്തെന്ന് ഇവർ അറിയുന്നില്ല. ഈശോയുടെ പേരിലുണ്ടായ ആരോപണം പീലാത്തോസ് ഒരു പലകമേൽ എഴുതി കൊടുത്തത് അവിടുത്തെ കുരിശിന്മേൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ എഴുത്ത് ഇങ്ങനെയായിരുന്നു:
യൂതന്മാരുടെ രാജാവായ നസ്രായൻ ഈശോ. അവിടുത്തെ കുരിശിൽ തറച്ച സ്ഥലം പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യൂതന്മാരിൽ പലരും അത് വായിച്ചു. ഹീബ്രു, ലത്തീൻ, ഗ്രീക്ക് എന്നീ 3 ഭാഷകളിലും അത് എഴുതപ്പെട്ടിരുന്നു. അതിനാൽ പ്രധാനാചാര്യന്മാർ ചെന്ന് പീലാത്തോസിനോട് പറഞ്ഞു, യൂദന്മാരുടെ രാജാവ് എന്നല്ല, താൻ യൂദന്മാരുടെ രാജാവാണെന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. പീലാത്തോസ് മറുപടി പറഞ്ഞു, ഞാൻ എഴുതിയത് തന്നെ. ഈശോയെ കുരിശിൽ തറച്ച ശേഷം പടയാളികൾ അവിടുത്തെ വസ്ത്രങ്ങൾ 4 പങ്കിട്ടെടുത്തു. അവിടുത്തെ മേലങ്കി മുകൾ മുതൽ അടിവരെ നെയ്യപ്പെട്ടതായിരുന്നു. അതിനാൽ അവർ പറഞ്ഞു, അത് ആർക്കുള്ളതായിരിക്കണമെന്ന് നമുക്ക് ചിട്ടിയിട്ട് നിശ്ചയിക്കാം. എന്റെ വസ്ത്രങ്ങൾ അവർ പങ്കിട്ടെടുത്തു, എന്റെ മേലങ്കിക്കായി അവർ നറുക്കിട്ടു എന്നുള്ള തിരുവെഴുത്ത് അങ്ങനെ നിറവേറണമല്ലോ. അതുകൊണ്ടാണ് പടയാളികൾ ഇങ്ങനെയെല്ലാം ചെയ്യാനിടയായത്. പടയാളികൾ ഈശോയുടെ പക്കൽ കാവലിരുന്നു. സംഭവിച്ചതെല്ലാം നോക്കിക്കൊണ്ട് ജനങ്ങൾ അവിടെ തന്നെ നിന്നു. വഴിയെ കടന്നുപോയിരുന്നവർ പുച്ഛഭാവത്തിൽ തലകുലുക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നീ ദേവാലയം നശിപ്പിച്ചിട്ട് 3 ദിവസം കൊണ്ട് വീണ്ടും അത് പണിയുന്നവനല്ലയോ? നീ നിന്നെ തന്നെ രക്ഷിക്കുക. അപ്രകാരം തന്നെ പ്രധാനാചാര്യന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും പരിഹാസഭാവത്തിൽ പരസ്പരം ഇങ്ങനെ പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ രക്ഷിക്കുവാൻ ഇവന് കഴിയുന്നില്ലല്ലോ. ഇസ്രായേലിന്റെ രാജാവായ മിശിഹ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, അതുകൊണ്ട് നമുക്കും അവനിൽ വിശ്വസിക്കാം. ഇവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മിശിഹായാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ. ഇവൻ ദൈവത്തെ ആശ്രയിച്ചിരുന്നല്ലോ, അവിടുന്ന് ഇവനിൽ സംപ്രീതനാണെങ്കിൽ ഇപ്പോൾ ഇവനെ രക്ഷിക്കട്ടെ. താൻ ദേവപുത്രനാണെന്നല്ലേ ഇവൻ പറഞ്ഞിരുന്നത്. പടയാളികളും ഈശോയെ പരിഹസിച്ചിരുന്നു. ചൊറുക്ക കൊടുക്കുവാൻ അടുത്തു ചെന്നപ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞു, നീ യൂദന്മാരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഈശോയോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന കള്ളന്മാർ പോലും അവിടുത്തെ നിന്ദിക്കുകയാണ് ചെയ്തത്. അവരിൽ ഒരുവൻ പുച്ഛഭാവത്തിൽ അവിടുത്തോട് ഇങ്ങനെ പറഞ്ഞു, നീ മിശിഹായാണെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അത് കേട്ട മറ്റവൻ അവനെ ശകാരിച്ചു, നിനക്ക് ദൈവത്തെ പോലും ഭയമില്ലയോ? നിനക്കും ആ മനുഷ്യനും ഒരു ശിക്ഷയല്ലേ ലഭിച്ചിരിക്കുന്നത്? നമ്മുടെ കാര്യം പറഞ്ഞാൽ നാം അതിന് അർഹരാണ്, എന്നാൽ അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അനന്തരം അവൻ അവിടുത്തോട് ഇങ്ങനെ അപേക്ഷിച്ചു, ഈശോയെ, അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. അവിടുന്ന് അവനോട് അരുളി ചെയ്തു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കുമെന്ന് നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈശോയുടെ കുരിശിനടുത്ത് അവിടുത്തെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോഫാസിന്റെ ഭാര്യയായ മറിയവും മഗ്ദലന മറിയവും നിന്നിരുന്നു. അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും സമീപത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഈശോ അമ്മയോട് അരുളി ചെയ്തു, സ്ത്രീ, ഇതാ നിങ്ങളുടെ പുത്രൻ. അനന്തരം അവിടുന്ന് ആ ശിഷ്യനോട് അരുളി ചെയ്തു, ഇതാ നിന്റെ അമ്മ. ഉടൻ തന്നെ ആ ശിഷ്യൻ അവരെ സ്വീകരിച്ചു. സമയം 6 മണിയായി. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടുപോയി. 9 മണിവരെ നാട് മുഴുവൻ അന്ധകാരമായിരുന്നു. ഏകദേശം 9 മണിയായപ്പോൾ ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു, ഏൽ ഏൽ ലാമ സബക്താനി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ടാണ് അങ്ങനെ ഉപേക്ഷിച്ചത്? അടുത്തു നിന്നിരുന്നവർ ഇത് കേട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ അവൻ ഏലിയായെ വിളിക്കുന്നു. അനന്തരം സമസ്തവും നിറവേറിക്കഴിഞ്ഞുവെന്ന് ഗ്രഹിച്ച് വിശുദ്ധ ലിഖിതത്തിന്റെ പൂർത്തീകരണത്തിനായി ഈശോ ഇപ്രകാരം അരുളി ചെയ്തു, എനിക്ക് ദാഹിക്കുന്നു. ചൊറുക്ക നിറച്ച ഒരു പാത്രം അവിടെ ഉണ്ടായിരുന്നു. ഉടനെ ഒരാൾ ഓടിച്ചെന്ന് നേർപ്പഞ്ഞിയെടുത്ത് ചൊറുക്കായിൽ മുക്കി ഒരു ഞാങ്ങടമേൽ വെച്ച് കെട്ടി അവിടുത്തെ അധരത്തോട് അടുപ്പിച്ചു. അത് കണ്ട് മറ്റുള്ളവർ പറഞ്ഞു, നിൽക്കൂ, ഏലിയാവിനെ രക്ഷിക്കാൻ വരുമോ എന്ന് കാണട്ടെ. ഈശോ ചൊറുക്ക രുചിച്ച ശേഷം ഇങ്ങനെ അരുളി ചെയ്തു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവിടുന്ന് വീണ്ടും ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. മുട്ടുകൾ മടക്കാം. അനന്തരം അവിടുന്ന് തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിക്കുകയും ചെയ്തു. കുരിശിലാലേ ലോകമൊന്നായി വീണ്ടെടുത്ത
ഇഷ്ടിനാളെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. ഒരു നിമിഷം നിശബ്ദമായിട്ടിരിക്കുന്നു. കർത്താവിൻ്റെ സഹനത്തിലൂടെയുള്ള യാത്രയാണ്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ സഹിച്ചത് ഒരംശം കുറയാതെ അറിയുക, മനസ്സിലാക്കുന്ന ദിവസമാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹനീയമായ ദിവസമാണ് ഇന്ന്. സ്നേഹത്തിൻ്റെ തിരുനാൾ ദിവസം തന്നെ പറയാം. സ്നേഹിച്ചു മടുത്തു എന്നും ഞാൻ കുറേ സ്നേഹിച്ചു എന്ന് പറയുമ്പോഴും ഓർക്കുക, കുരിശിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. കുരിശിലെ ആ സ്നേഹം അത്രയും ആഴപ്പെട്ടതാണ്, ഏറ്റവും അഭിഷേകം നിറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് പത്രോസ് എന്ന ശിഷ്യൻ വീണത്? 4 കാര്യങ്ങളാണ്. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യൻ എന്തുകൊണ്ട് വീണു എന്ന്, കർത്താവിൻ്റെ കൂടെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്തുകൊണ്ടാണ് കർത്താവിൽ നിന്ന് അകന്നു പോകുന്നതിന് കാരണം അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും അടുത്ത് നടന്നിട്ട് ആ ശിഷ്യന് യേശുവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റാതെ പോയത്? യേശുവിൻ്റെ കൂടെ നിന്നിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട കാര്യങ്ങളിലൊക്കെ പത്രോസ് കൂടെയുണ്ടായിരുന്നു, പത്രോസ് ആയിരുന്നു അടുത്ത് നിന്നിരുന്നെന്ന് പറഞ്ഞെന്നെ. എന്നാൽ പത്രോസ് വീണുപോയി. 4 കാര്യം. ഒന്നാമതായിട്ട് പത്രോസ് അഹങ്കരിച്ചു എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും നിന്നെ തള്ളിപ്പറയില്ല എന്ന് സ്വയം അഹങ്കരിച്ചു. എവിടെ മനുഷ്യൻ അഹങ്കരിക്കുന്നു അവിടെ മനുഷ്യൻ വീണു തുടങ്ങുന്നു എന്നുള്ളതാണ്. എനിക്ക് കഴിവുകളുണ്ട്, എനിക്ക് എല്ലാമുണ്ട് എന്ന് ചിന്തിച്ച് എപ്പോ തുടങ്ങുന്നു അപ്പോ മനുഷ്യൻ വീഴ്ചയിലേക്കാണ്. അതുകൊണ്ട് ദൈവം തന്നതല്ലാതെ എൻ്റെ കരങ്ങളിൽ ഒന്നുമില്ല, എനിക്ക് എന്തിനേയും അതിജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വേണം എന്നൊരു ബോധ്യം എനിക്കുണ്ടായാലാണ് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലെ കൃപ ലഭിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക. 2, യേശു നൽകിയ മുന്നറിയിപ്പ് പത്രോസ് സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. യേശു കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകി. ദേ, നീ എന്നെ തള്ളിപ്പറയട്ടോ, ശ്രദ്ധിച്ചോളട്ടോ. പത്രോസ് ആ മുന്നറിയിപ്പ് സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. മാതാപിതാക്കൾ മുന്നറിയിപ്പ് നൽകും, വൈദികർ മുന്നറിയിപ്പ് നൽകും, സിസ്റ്റേഴ്സ് മുന്നറിയിപ്പ് നൽകും, മുതിർന്നവർ നമുക്ക് മുന്നറിയിപ്പ് നൽകും, അധികാരികൾ നമുക്ക് മുന്നറിയിപ്പ് നൽകും. നമ്മൾ അത് സ്വീകരിക്കാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ അപകടങ്ങളിൽ പെടുന്നത്, നമ്മുടെ ജീവിതം തകർന്നു പോകുന്നത്. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്, കൂടുതൽ വേഗത്തിൽ വാഹനം ഓടിക്കരുത് എന്നെല്ലാം മുന്നറിയിപ്പുകൾ നമുക്കുണ്ട്. ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ എത്രയോ പേരുടെ ജീവിതം പൊലിഞ്ഞു പോകുന്നത്? നമ്മൾ കാരണമാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അശ്രദ്ധ കാരണമാകാം. മുന്നറിയിപ്പുകളെ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് പത്രോസിന്റെ 2ാമത്തെ തെറ്റ്. 3ാമതായിട്ട് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞപ്പോട്ട് ഈ പത്രോസ് മനമുരുകി പ്രാർത്ഥിച്ചില്ല എന്നുള്ളതാണ്, അവിടെ ഉറങ്ങി എന്നുള്ളതാണ്. കൂടെ ശക്തിക്ക് വേണ്ടി എല്ലാം അതിജീവിക്കണമെങ്കിൽ, എല്ലാം നേടണമെങ്കിൽ പ്രാർത്ഥന ഉണ്ടായാൽ മാത്രമേ സാധിക്കുള്ളൂ. പത്രോസിനെ കർത്താവ് കൂടെ കൊണ്ടുപോയി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പത്രോസിന്, യേശുവിന് കൃത്യമായിട്ട് ഇതൊക്കെ അറിയാം, ഇങ്ങനെയൊക്കെ നടക്കും. അതുകൊണ്ട് ഇതിനെ അതിജീവിക്കാൻ വേണ്ടി പത്രോസിനെയും കൂടി കൂടെ കൊണ്ട്, ശിഷ്യന്മാരെ കൂടെ കൊണ്ട്. പക്ഷേ പത്രോസ് അവിടെ ഇരുന്ന് ഉറങ്ങി എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇങ്ങനെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുക. എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടായി, സഹനം ഉണ്ടാകുമ്പോൾ മാത്രമേ എനിക്ക് പ്രാർത്ഥന മതി എന്നുള്ളതാണ്. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഉറങ്ങി ജീവിക്കുന്നവരാ. ഞാൻ ആ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോക്കോളാം, എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. 4ാമതായിട്ട് എന്തുകൊണ്ടായിരിക്കും പത്രോസ് വീണത്? പത്രോസിന്റെ പാപത്തിന്റെ അവസ്ഥയിലേക്ക് അവൻ തള്ളിക്കേറി എന്നുള്ളതാണ്. പാപമുള്ള സ്ഥലങ്ങളുണ്ട് എന്ന് അറിഞ്ഞിട്ട് അവിടേക്ക് പോയി എന്നുള്ളതാണ്. അവിടേക്ക് കാൽ എടുത്തു വെച്ചു എന്നുള്ളതാണ്. അവിടേക്ക് പോകാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പത്രോസ് ആ വഴിയെ തന്നെ നടന്നു, ചൂട് കായാൻ അവിടേക്ക് പോയി. പോകാതിരിക്കേണ്ട സ്ഥലത്തേക്ക് പത്രോസ് നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ വീഴുന്ന 4 കാര്യങ്ങൾ ഇത് തന്നെയാണ്.
അതുകൊണ്ട് വീഴാതിരിക്കാൻ, പത്രോസിനെ പോലെ വീണ് ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരു വ്യക്തിയാകാനല്ല, കർത്താവിന് കൂടെയുള്ള ഒരു ശിഷ്യനാകാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കാം. കറസുസ പ്രാർത്ഥനകൾ ചൊല്ലാം. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അനുതാപത്തിന്റെ വഴിയിലേക്ക് പാപികളെ വിളിക്കാൻ വന്ന മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും വേളയിൽ സൂര്യചന്ദ്രന്മാർ മുഖം മറയ്ക്കുന്നതിനും സൃഷ്ടജാലങ്ങൾ വിലപിക്കുന്നതിനും ഇടയാക്കിയ മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കുരിശുമരണത്താൽ സ്വർഗവാസികളെ സമാശ്വസിപ്പിക്കുകയും തന്നെ ക്രൂശിച്ചവരെ പോലും നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. തന്റെ ആടുകൾക്കായി സ്വയം ബലിയർപ്പിക്കുകയും രക്തത്താൽ അവരെ വീണ്ടെടുത്ത് ദുഷ്ടരിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത നല്ല ഇടയനും കർത്താവുമായ മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായേ, നിന്റെ സഭയെ വഞ്ചനയിൽ നിന്ന് രക്ഷിക്കുകയും നിന്റെ ആരാധകരിൽ നിന്ന് പാപങ്ങളുടെയും കടങ്ങളുടെയും ഭാരം നീക്കിക്കളയുകയും വിവിധ സഭാ സമൂഹങ്ങളിൽ നിന്റെ ദാസർക്ക് സമാധാനവും സന്തോഷവും നൽകുകയും മനുഷ്യവംശത്തോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ട് കരുണാപൂർവ്വം അവയ്ക്ക് ഉത്തരമരുളുന്നതിനായി സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. മോശയെ പോലെ നയിക്കുന്നതിനും അഹ്റോനെ പോലെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിനും പത്രോസിനെ പോലെ അജപാലനെ നിർവഹിക്കുന്നതിനും സഭ മുഴുവന്റെയും തലവനായ മാർ ഫ്രാൻസിസ് പാപ്പാക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലിത്താക്കും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്താക്കും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ പോളി മെത്രാനും അവരുടെ സഹപ്രവർത്തകർക്കും വേണ്ടി സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. സകലത്തിന്റെ നാഥനായ പിതാവും അവിടുത്തെ ഏകജാതനുമായ കർത്താവീശോ മിശിഹായും ജീവിക്കുന്ന പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവത്തെ നാം ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യുക യുക്തമാകുന്നു. നമ്മുടെ രക്ഷ പൂർത്തിയാക്കിയ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നതിനും അവിടുത്തെ രാജ്യത്തിൽ നാം പങ്കുകാരാകുന്നതിനും സകലത്തിന്റെ നാഥനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ദൈവിക ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും അങ്ങയുടെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ രക്ഷയായ ഈശോയുടെ മിശിഹായുടെ സഹന ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ക്ലേശങ്ങളും പീഡകളും സന്തോഷത്തോടെ സഹിക്കുന്നതിനും അങ്ങയുടെ ബലിജീവിതം തുടരുന്നതിനും ഞങ്ങളെ സിദ്ധരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥന ചെയ്തതും സഹോദര സ്നേഹവും ആത്മ പരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും. മുട്ടുകൾ മടക്കാം. ദിവികാരനാഥനെ നമ്മൾ ക്ഷണിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വാവാ യേശുനാഥ എന്ന ഗീതം ഈ നിമിഷം പാടിക്കൊണ്ട് കർത്താവിന്റെ സന്നിധി നമ്മളായിരിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ. വാവാ യേശുനാഥ, നീ എൻ പ്രാണനാഥൻ, നീ എൻ സ്നേഹരാജൻ, നിന്നിലെല്ലാം ജീവനും സ്നേഹവുമേ.
വാവ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ യേശുനാഥ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുനാഥ വാവാ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവാ യേശുനാഥ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവ് ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കാൻ കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മോഹനധനതയും അങ്ങയുടെ സുഖരായത്തിൽ സകല വിസ്തൃതം സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആദരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർഭയഹൃദയരും പ്രസന്നപതരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും ഗണപതിക്ക് നിത്യജീവനും കാരണമാകട്ടെ. എപ്പോഴെന്നേക്കും. ആമേൻ. കുരിശിലെ ഏകാന്ത നിമിഷങ്ങളിൽ സ്നേഹിതർ കൈവെടിഞ്ഞകന്നിടുമ്പോൾ
താതനിൽ സർവവും നേകിയപ്പോൾ ആന്തരശാന്തിയാൽ നിറഞ്ഞവനെ യേശുവേ ക്രൂശിത നിൻ പാദ പിഞ്ചെല്ലാൻ വരമരുളൂ കുരിശിലെ ഏകാന്ത നിമിഷങ്ങളിൽ സ്നേഹിതർ കൈവെടിഞ്ഞകന്നിടുമ്പോ താതനിൽ സർവവും വേകിയപ്പോൾ ആന്തരശാന്തിയാൽ നിറഞ്ഞവനെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാനയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ താതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കും. അവർണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അത് സാബത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാബത്ത് വലിയൊരു ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെ കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞെന്ന് കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികൾ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയിലും തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തിമെറുവേൽപ്പിച്ചവരെ അവർ നോക്കി നിൽക്കും. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിന്റെ രഹസ്യശിഷ്യനായി കഴിഞ്ഞിരുന്ന അരമത്തിയക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി. മേറയും നായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യം അവൻ കൊണ്ടുവന്നുകൊണ്ടിരുന്നു. അവർ യേശുവിന്റെ ശരീരം എടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിന്റെ ദിനമായതിനാൽ കല്ലറ സമീപത്തായിരുന്നതായിരുന്നു. അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മുട്ടുകൾ മടക്കാം. ചേർന്ന് ഈ നിമിഷം പാടി പ്രാർത്ഥിക്കുന്നു. മരമണി നിമിഷം അടിക്കുന്നു. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ